ഈ അന്വേഷണം സംബന്ധിച്ച് കുടുംബത്തിന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? കുട്ടിയുടെ അച്ഛനോട് അല്പസമയം മുൻപ് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സഹോദരങ്ങൾ തമ്മിൽ വഴക്കായപ്പോൾ രണ്ടുപേർക്കിട്ടും അടി കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു പ്രകോപനം ഉണ്ടായി കുഞ്ഞങ്ങ് ഇറങ്ങി പോവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വസ്ത്രങ്ങളൊക്കെ എടുത്ത് വീട് വിട്ടു പോകുന്നു എന്ന രീതിയിലാണോ കുഞ്ഞ് അവിടെ നിന്ന് പോയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ ഈ മക്കൾ തമ്മിൽ ഈ അടിപിടി ഉണ്ടാകുന്നു. അതിന് പിന്നാലെ തന്നെ അമ്മ ഈ മൂത്ത മകളെ അടിക്കുന്നു. അതിലുള്ള വിദ്വേഷം, അത് ആ ദേഷ്യത്തിലും സങ്കടത്തിലുമായിരിക്കാം കുട്ടി ഇത്തരത്തിൽ വസ്ത്രമടക്കം എടുത്ത് പോയത് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണുള്ളത്. കാരണം ബാഗിൽ ഈ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് കുഞ്ഞിൻ്റെ വസ്ത്രങ്ങൾ അത് ബാഗിൽ എടുത്തു പോയിരുന്നു. അമ്മയുടെ പേഴ്സിൽ ഒരു 50 രൂപയുണ്ടായിരുന്നു, അതും ഈ കുട്ടി എടുത്തിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ അന്വേഷണ സംഘം നേരത്തെ ഇവിടെ എത്തി കുറച്ച് വിവരങ്ങൾ കൂടി അന്വേഷിച്ചിരുന്നു. ഈ മൂത്ത സഹോദരൻ ചെന്നൈയിലാണ്. അപ്പോൾ മൂത്ത സഹോദരൻ്റെ വിവരങ്ങൾ അടക്കം ഇവിടെ നിന്നും അന്വേഷിച്ചിരുന്നു എന്നതാണ്. ഏതായാലും നിലവിൽ കിട്ടുന്ന വിവരപ്രകാരം ഈ കന്യാകുമാരി പരിസരം കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇവരോട് പറയുകയും ചെയ്തത്. റോഷിപാൽ പറഞ്ഞതുപോലെ തിരച്ചിലിൽ നിലവിൽ കുഞ്ഞ് എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രതീക്ഷ കൈവിടാതെ തന്നെ കുടുംബം ഏതായാലും കുട്ടിക്കായി തസ്മീത്തിനായി കാത്തിരിക്കുകയാണ് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതാവും പറഞ്ഞിരുന്നു, ഇവർ അടികൂടാറുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ തന്നെ സഹോദരങ്ങൾ അടികൂടുന്നത് പോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും അടിപിടി കൂടാറുണ്ടായിരുന്നു. അതിനു പിന്നാലെ തന്നെ ഈ മാതാവ് പലപ്പോഴും അടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ അയൽക്കാരൻ സുനിഷ അവിടേക്ക് എത്തുമ്പോൾ ഇളയ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ട ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ട്? ഈ തസ്മിതാണ്, തസ്മിതിനൊരു ചേട്ടൻ, പിന്നെ തസ്മിത്, അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എത്ര പ്രായമുണ്ട്? സുജിയ, ഏകദേശം ഒരു 5ഉം 7ഉം വയസ്സുമൊക്കെ പ്രായമുള്ള ഇളയ മക്കളാണ് താഴെയുള്ളത്. അതായത് 4 മക്കളാണ് ഇവർക്കുള്ളത്. അതിൽ മൂത്ത മകൻ അവന് 18 വയസ്സാണ് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നാലെ അടുത്ത മകൾ തസ്മീത്തിന് 13 വയസ്സാണ്. അതിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഈ ഏകദേശം ഒരു 5 വയസ്സും 7 വയസ്സും ഒക്കെയുള്ള 2 മക്കളാണ്. ഏതായാലും ഇങ്ങനെ ഈ 4 പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇളയ മക്കളുമായി ഇടവിട്ട് ഇവർ ഇത്തരത്തിലുള്ള വഴക്കമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെ പ്രിൻസ് ഹെഡ്മാഷ് ഈ സ്കൂളിൻ്റെ കണിയാപുരം സ്കൂളിലെ ഹെഡ്മാഷ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇവർ ഇടയ്ക്കിടെ വഴക്ക് കൂടുന്നത് അടക്കം കണ്ടിട്ടുണ്ട്. പിന്നാലെ തന്നെ ഈ രക്ഷിതാവ് മാതാവ് ഇവരെ വഴക്ക് പറയുന്നതും അടികൂടുന്നതും ഒക്കെ തന്നെയും ഇവർ കണ്ടിട്ടുണ്ട് എന്നതാണ്. അടുത്ത ദിവസം പക്ഷേ സാധാരണ രീതിയിൽ തന്നെ മാതാപിതാക്കളും കുട്ടികളും ഉള്ളതുപോലെ സ്നേഹപ്രകടനങ്ങളും കണ്ടിട്ടുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അത് ഒരു പക്ഷേ കുഞ്ഞിനത് അടിച്ചത് അല്ലെങ്കിൽ മാതാവ് വഴക്ക് പറഞ്ഞത് അത് വലിയ രീതിയിൽ ഹേർട്ട് ചെയ്തോ അതുകൊണ്ടാണോ ഇറങ്ങിപ്പോയത് എന്നതടക്കമുള്ളതാണ് പരിശോധിക്കുന്നത്. പക്ഷേ പ്രായവ്യത്യാസവും ഒരു ഘടകമാണ്. സുനിഷയ്ക്ക് അറിയാവുന്നതുപോലെ ഈ പ്രായമെന്ന് പറയുന്നത് ഒരു ടീനേജിലേക്ക് കടക്കുന്ന പ്രായമാണ്. അപ്പോൾ ഇളയ കുട്ടികളുമായി വഴക്കുണ്ടാക്കുമ്പോൾ മൂത്തയാൾക്കാണ് കൂടുതൽ തല്ല് കിട്ടുക അല്ലെങ്കിൽ വഴക്ക് കിട്ടുക. കാരണം ഇത്രയും പ്രായവ്യത്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവരോട് വഴക്കുണ്ടാക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ കാണാറൊക്കെ ഉള്ളതല്ലേ. അതുപോലെ തന്നെ ഈ അമ്മ ഈ കുഞ്ഞിനെ മറ്റുള്ളവരായിരിക്കാം ഒരുപക്ഷെ വഴക്ക് തുടങ്ങിയത്. അത് പക്ഷേ കുഞ്ഞു കുട്ടികളാണ്. 5ഉം 7ഉം വയസ്സെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ വഴക്കുണ്ടാക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രായമാണല്ലോ. അപ്പോൾ അവരുമായി ഈ കുഞ്ഞ് 13 വയസ്സുള്ള കുഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോൾ ആ കുഞ്ഞിനെ മാത്രം അടിക്കുകയോ ശാസിക്കുകയോ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വിഷമമുണ്ടാകും. ആ വിഷമം അമ്മയ്ക്ക് മനസ്സിലായില്ല, എന്നാൽ പിന്നെ പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആ കുഞ്ഞ് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ തിരിച്ചു വരാൻ ആഗ്രഹിക്കുമ്പോഴും അതിന് വഴിയറിയില്ല, ചോദിക്കാൻ ഭാഷ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇപ്പോൾ ആ കുഞ്ഞ് നേരിടുന്നുണ്ടാകുമല്ലേ. അസമീസ് അല്ലാതെ ഹിന്ദി ഈ കുഞ്ഞിന് അറിയാമോ? എന്താണ് ഇവർ സംസാരിച്ചിരുന്നത്? ഈ നാട്ടിൽ പഠിക്കുന്ന സ്കൂളിലൊക്കെ സംസാരിച്ചിരുന്നത് മലയാളം അറിയാമോ? മലയാളം പഠിച്ചോ? അതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ സുനിഷ? സുജയ, നിലവിൽ ഈ കുഞ്ഞ് ഇവിടെ വന്നിട്ട് 1 മാസത്തിൽ താഴെയായിട്ടുള്ളൂ. അതായത് ഈ കുഞ്ഞിൻ്റെ പിതാവ് 1 വർഷമായി ഇവിടെ ജോലി ചെയ്യുകയായിരുന്നു. പിന്നാലെ തന്നെ ഈ കുടുംബത്തിലെ അമ്മയും ഈ പിതാവ് കൂട്ടി വന്ന് ഒരു 2 മാസത്തോളമായി. പക്ഷേ ഈ മക്കളെ കൂട്ടിയിട്ട് ഒരു മാസത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ ചേർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല എന്നാണ്. ഈ ആസാം ഭാഷയിൽ തന്നെയാണ് ഇവർ വീട്ടിൽ നിന്നും സംസാരിക്കാറുള്ളത്. പക്ഷേ കുഞ്ഞിന് ചെറുതായി ഹിന്ദി പറയുന്നത് കേട്ടാൽ